തിരൂരങ്ങാടി ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. സ്വർണ്ണവില കേട്ട് ഞെട്ടിയോ? എന്നാൽ എല്ലാവർക്കും സ്വർണ്ണം വാങ്ങാം. തോബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയ്റ്റ് കളക്ഷനുകൾ, അതിമനോഹരമായ ഡിസൈനുകൾ, 1 ഗ്രാം മുതൽ നെക്ലസുകൾ, ബ്രേസ്ലെറ്റുകൾ, റിങ്ങുകൾ, മിതമായ പണിക്കൂലിയും ആയുഷ്കാല മെയിന്റനൻസ് സപ്പോർട്ടും. ഇനി എന്തിനു സ്വർണ്ണം വാങ്ങാൻ കാത്തിരിക്കണം? ചെമ്മാട് തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ. വാർത്തകൾ വിശദമായി. തിരൂരങ്ങാടി PSMO കോളേജിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥിനികൾക്ക് നിഖാബ് വിലക്കിയതിനെ ചൊല്ലി വിവാദം. വെള്ളിയാഴ്ച വെളിമുക്ക് ക്രസന്റ് SNEC ക്യാമ്പസിലെ 35 വിദ്യാർത്ഥിനികൾക്കാണ് PSMO കോളേജിൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പരീക്ഷ എഴുതാനെത്തിയപ്പോൾ ദുരനുഭവം ഉണ്ടായത്. മുഖം മുഴുവൻ മൂടി കണ്ണു മാത്രം പുറത്തു കാണുന്ന വസ്ത്രധാരണമാണ് നിഖാബ്. BA പൊളിറ്റിക്കൽ സയൻസ് 3ാം വർഷ സെമസ്റ്റർ എഴുതാനായാണ് 35 വിദ്യാർത്ഥികൾ പരീക്ഷാ സെന്ററായി അനുവദിക്കപ്പെട്ട തിരൂരങ്ങാടി PSMO കോളേജിൽ എത്തിയത്. പരീക്ഷാ ഹാളിൽ പ്രവേശിക്കുന്നതിന് മുമ്പായി ഇൻവിജിലേറ്ററിന് മുമ്പിൽ നിഖാബ് നീക്കി പരിശോധിച്ചതിന് ശേഷമാണ് ഇവർ പരീക്ഷാ ഹാളിലേക്ക് കയറി പരീക്ഷ എഴുതിയത്. പരീക്ഷ കഴിഞ്ഞ് വിദ്യാർത്ഥിനികൾ നിഖാബ് ധരിച്ച് പുറത്തിറങ്ങുന്നത് കണ്ട കോളേജ് പ്രിൻസിപ്പൽ ഇവരെ വിളിച്ച് താക്കീത് നൽകുകയായിരുന്നുവെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. പരീക്ഷയ്ക്ക് മുമ്പ് ഇൻവിജിലേറ്ററിന് മുമ്പിൽ മുഖാവരണം നീക്കി പരിശോധിച്ചിരുന്നതായി വിദ്യാർത്ഥികൾ പ്രിൻസിപ്പലിനോട് പറഞ്ഞു. എന്നാൽ കോളേജ് ക്യാമ്പസിനകത്ത് മുഖാവരണം നീക്കിയതിനു ശേഷം മാത്രമേ പ്രവേശിക്കാവൂ എന്ന് പ്രിൻസിപ്പൽ കുട്ടികളോട് നിർദ്ദേശിച്ചു. വൈകുന്നേരം പരീക്ഷ കഴിഞ്ഞിറങ്ങുമ്പോഴാണ് പ്രിൻസിപ്പൽ കുട്ടികളെ കണ്ടത്. മുഖം മറച്ച് കണ്ണ് മാത്രം കാണുന്ന രീതിയിൽ നിഖാബ് ധരിച്ച് 40ഓളം കുട്ടികളെ കണ്ടപ്പോൾ ഇത്തരത്തിൽ മുഖം മറച്ച് പരീക്ഷയ്ക്ക് വരരുതെന്നും കുട്ടികളെ തിരിച്ചറിയുന്ന തരത്തിൽ ആകണമെന്നും ഇത് കോളേജിലെ നിയമമാണെന്നും കുട്ടികളോട് പറഞ്ഞതായി പ്രിൻസിപ്പൽ ഡോക്ടർ K അസീസ് പറഞ്ഞു. ഈ വിവരം സ്ഥാപനത്തിൽ അറിയിക്കുവാനും നിർദ്ദേശം നൽകി. ക്യാമ്പസിൽ വരുന്ന വിദ്യാർത്ഥികളെ തിരിച്ചറിയുന്ന തരത്തിൽ വസ്ത്രധാരണം നടത്തണമെന്നാണ് നിയമമെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു. അതേസമയം PSMO കോളേജിൽ പരീക്ഷയ്ക്കെത്തിയ വിദ്യാർത്ഥികൾക്ക് നിഖാബ് വിലക്കിയത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് എതിരാണെന്ന് SDPI തിരൂരങ്ങാടി നിയോജക മണ്ഡലം പ്രസിഡന്റ് ഹമീദ് പരപ്പനങ്ങാടി പ്രസ്താവിച്ചു. കുട്ടികൾ പഠനം നടത്തുന്ന സ്ഥാപനത്തിൽ ഇത്തരം വേഷമാണ് ഉപയോഗിക്കുന്നത്. പരീക്ഷാ സെന്റർ മറ്റൊരു കോളേജായതിനാൽ അവിടുത്തെ നിയമം അനുശാസിക്കണമെന്ന് പറയുന്നതിൽ നീതികേടുണ്ട്. പരീക്ഷയ്ക്ക് കയറുന്നതിന് മുമ്പ് നിഖാബും ഹിജാബും അഴിച്ച് സുരക്ഷ ഉറപ്പുവരുത്തി പരീക്ഷ എഴുതി പുറത്തിറങ്ങി തിരിച്ച് വീട്ടിലേക്ക് പോകാനിരിക്കെയാണ് പ്രിൻസിപ്പലുടെ നടപടിയെന്നും അദ്ദേഹം പറഞ്ഞു. മതപരമായ വിശ്വാസം വെച്ച് പുലർത്തുന്ന വിദ്യാർത്ഥിനികൾക്ക് നേരെ വസ്ത്രാധിക്ഷേപം നടത്തിയത് അങ്ങേയറ്റം അപലപനീയമാണ്. ഉത്തരേന്ത്യയിലടക്കം ഇത്തരം സംഭവങ്ങൾ ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ നടപ്പിൽ വരുത്തുന്നത് പ്രതിഷേധം ഉയരുന്നതിനിടയിലാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ഉന്നതർ നിയന്ത്രിക്കുന്ന സ്ഥാപനത്തിൽ ഇത്തരം സംഭവങ്ങൾ അരങ്ങേറുന്നത്. ന്യൂനപക്ഷ ഉന്നമനത്തിനായി തുടങ്ങിയ മുസ്ലിം മാനേജ്മെന്റിന് കീഴിലുള്ള സ്ഥാപനത്തിലെ അധികാരികൾ തന്നെ മതപരമായ വിശ്വാസങ്ങൾ വെച്ച് പുലർത്തുന്നത് വിലക്കുന്നത് നീതീകരിക്കാനാകില്ലെന്നും കുട്ടികൾക്ക് നേരെ നടന്ന PSMO കോളേജ് അധികൃതരുടെ നടപടി പ്രതിഷേധാർഹമാണെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരങ്ങാടി മുസ്ലിം ഓർഫനേജ് കമ്മിറ്റി കീഴിലാണ് പോക്കർ സാഹിബ് മെമ്മോറിയൽ ഓർഫനേജ് കോളേജ് പ്രവർത്തിക്കുന്നത്. ലീഗ് സലഫി മാനേജ്മെന്റാണ് PSMO കോളേജിൻ്റേത്. നിലവിൽ ലീഗും സമസ്തയും തർക്കത്തിൽ ഉള്ളതിനാൽ വസ്ത്രധാരണ വിലക്കും വിവാദമായിട്ടുണ്ട്. KPM മജീദ് MLA പ്രസിഡന്റും ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് MK ബാവ സെക്രട്ടറിയുമായ കമ്മിറ്റിയിൽ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PMA സലാമും ഭാരവാഹിയാണ്. ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി.